അല്ല രാമേട്ടാ, നമ്മളെ മജീദിനെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. ഓൻ ഇവിടെ ഇല്ലേ? ഓന് മറ്റേതാണേ, ക്യാൻസറേ. വേദന വരുമ്പോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഗുളിക വാങ്ങി കഴിച്ച് പണിക്ക് പോകും. 3 കുട്ടികളാണേ. എൻ്റെ ചിലവുണ്ടല്ലോ. ഭാര്യ എന്തോ തൊഴിലുറപ്പ് പണിക്കൊക്കെ പോകുന്നുണ്ട്. എന്നൊരു മാസം തന്നെ മരുന്നിന് എത്ര രൂപയാണ് അവൻ്റെ ചിലവാണത്? അവൻ്റെയൊക്കെ ഒരു വിധി ഓരോരുത്തരുടെ. എന്ത് വിധി രാമേട്ടാ? അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന്. ഇപ്പൊ അതിനൊക്കെ നല്ല ചികിത്സകളുണ്ടേ. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് ഈ കാരുണ്യ സ്പർശം, അതുപോലെ നമ്മുടെ ആന്റി ഡ്രഗ് കൗണ്ടറുകളൊക്കെ അല്ലേ ടീച്ചറെ? ക്യാൻസർ മരുന്നുകൾ വിലക്കുറവിൽ കിട്ടുന്നതിന് പുറമേയുള്ള ഒരു പദ്ധതിയാണ് സീറോ പ്രോഫിറ്റ് കൗണ്ടർ. അതായത് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ രോഗികൾക്കുള്ള മരുന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ, അതും കേരളത്തിലെ 14 കാരുണ്യ ഫാർമസികളിലും ലഭ്യമാകുന്നുണ്ട്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, കാരുണ്യ ബെനവലന്റ് ഫണ്ട് തുടങ്ങിയ പരിപാടികളൊക്കെ ഇത്തരം രോഗികൾക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കാനുള്ളതാണ്. കഴിഞ്ഞ 4 വർഷമായിട്ടേ 1400 കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബം രക്ഷപ്പെടാൻ പോകുന്നതേ. ഒരു കുടുംബമല്ല, ഒത്തിരി കുടുംബങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നൊരു ക്യാൻസർ പ്രതിരോധ ക്യാമ്പയിൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം 2169 ലക്ഷം പേരെ സ്ക്രീൻ ചെയ്തിട്ടുള്ളത്. ആരോഗ്യ മേഖലയിലെ വൻ മുന്നേറ്റല്ലേ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാർ ജനറൽ ആശുപത്രിയിൽ വെച്ചിട്ടല്ലേ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വരെ നടന്നത്. നമ്മുടെ ജില്ലാ ആശുപത്രിയും താലൂക്ക് ആശുപത്രികളൊക്കെ ഇപ്പൊ ഹൈടെക് അല്ലേ. അതുപോലെ എല്ലാവിധ ആധുനിക ചികിത്സാ സൗകര്യങ്ങളും ഇന്ന് ഗവൺമെന്റ് ആശുപത്രിയിൽ ലഭ്യമാണ്. അപ്പൊ നമ്മുടെ മജീദിന്റെ ചികിത്സക്ക് ഇനി പേടിക്കണ്ടല്ലേ ടീച്ചറെ? ഇത്തരം പദ്ധതികൾ നമുക്കിനിയും ലഭ്യമാകാൻ ഈ സർക്കാർ തുടരണം.